അമേരിക്കൻ ഇമിഗ്രേഷൻ ലോയേഴ്സ് അസോസിയേഷൻ പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ച് യു.എസിൽ വിസ റദ്ദാക്കപ്പെടുന്ന വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ഏപ്രിൽ 17 പുറത്തു വന്ന കണക്കനുസരിച്ച് 327 വിദ്യാർത്ഥികളുടെ വിസ റദ്ദാക്കപ്പെടുകയോ പേര് സെവിസ് രേഖയിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. ഇതിൽ 50% ഇന്ത്യൻ വിദ്യാർത്ഥികളാണ്. 14% പേർ ചൈനയിൽ നിന്നുള്ളവരാണ്. മാത്രമല്ല ആകെ വിസ റദ്ദാക്കപ്പെട്ടവരിൽ 50% പേരും ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് നേടിക്കൊണ്ടിരിക്കുന്നവരാണ്. ഇവർ വിദ്യാഭ്യാസം നേടിയതിനു ശേഷം OPT നിയമം അനുസരിച്ച് അവിടെ തൊഴിൽ പരിചയം നേടുന്നവരാണ്. OPT തന്നെ ഇല്ലാതാക്കാൻ ഭരണകൂടം ശ്രമിക്കുന്നതുകൂടി വാർത്തയായ സാഹചര്യത്തിൽ ഇക്കാര്യം ഏറെ ശ്രദ്ധേയമാണ്. വിദ്യാർത്ഥികളും അറ്റോർണികളും യൂണിവേഴ്സിറ്റി തൊഴിലാളികളും പങ്കുവച്ച രേഖകൾ പരിഗണിച്ചാണ് AILA ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത്. രാജ്യവിരുദ്ധമോ നിയമവിരുദ്ധമോ ആയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരുടെ വിസകളാണ് റദ്ദാക്കുന്നതെന്നും അവരെ നാട് കടത്തുമെന്നും ട്രംപ് ഭരണകൂടം വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ സ്പീഡ് ലിമിറ്റ് മറികടന്നതിന് സ്പീഡിംഗ് ടിക്കറ്റ് ലഭിച്ചവർ, നിയമവിരുദ്ധമായ പാർക്കിംഗ്, സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കൽ, കാലാവധി കഴിഞ്ഞ നമ്പർ പ്ലേറ്റ് തുടങ്ങിയ ട്രാഫിക് നിയമലംഘനങ്ങൾ നടത്തിയവരുടെ വിസ പോലും റദ്ദാക്കുന്നുണ്ടെന്നാണ് ഉയർന്നുവരുന്ന ആക്ഷേപം. അമേരിക്കൻ ഇമിഗ്രേഷൻ ലോയേഴ്സ് അസോസിയേഷന്റെ രേഖ ഉദ്ധരിച്ച് ബിസിനസ് സ്റ്റാൻഡേർഡ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മുമ്പ് ഇത്തരം നിയമലംഘനങ്ങൾക്ക് പിഴയോ താക്കീതോ ആയിരുന്നു ശിക്ഷ. എന്നാൽ ഇപ്പോൾ വിദ്യാർത്ഥികളുടെ വിസ റദ്ദാക്കുകയും അവരെ ഇന്ത്യയിലേക്ക് തിരിച്ചയക്കുകയും ചെയ്യുന്നുണ്ടെന്നും AILA റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. പഴയ കേസുകൾ പോലും വീണ്ടും പരിശോധിക്കുന്നു. മാസങ്ങൾക്ക് മുമ്പുള്ള കേസുകളിൽ പോലും വിസ റദ്ദാക്കപ്പെടുന്നുണ്ട്. അമിത വേഗത്തിൽ വാഹനമോടിച്ചതിന് പിഴ അടച്ച ഒരു വിദ്യാർത്ഥിയുടെ വിസ ഇപ്പോൾ റദ്ദാക്കിയതായി ബിസിനസ് സ്റ്റാൻഡേർഡ് റിപ്പോർട്ടിൽ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പലപ്പോഴും ഉദ്യോഗസ്ഥർ അമേരിക്ക വിട്ടുപോകാൻ ആവശ്യപ്പെടുമ്പോഴാണ് വിസ റദ്ദായ വിവരം വിദ്യാർത്ഥികൾ അറിയുന്നതെന്നും ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. വിദേശ വിദ്യാർത്ഥികളെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ്, ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് തുടങ്ങിയ ഏജൻസികൾ ലക്ഷ്യമിടുന്നുണ്ടെന്നും പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കാത്ത വിദ്യാർത്ഥികളുടെ വിസ പോലും റദ്ദാക്കുന്നുണ്ടെന്നും AILA വ്യക്തമാക്കുന്നു. അതോടൊപ്പം വിദ്യാർത്ഥികളുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ AI ഉപയോഗിച്ച് പരിശോധിക്കാൻ ഒരു പുതിയ പദ്ധതിയും ആരംഭിച്ചിട്ടുണ്ട്. നിയമപാലകരുമായുള്ള ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ പോലും നിരവധി വിദ്യാർത്ഥികളുടെ വിസ റദ്ദാക്കിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. പല കേസുകളിലും വിദ്യാർത്ഥികൾ കുറ്റക്കാരാണെന്ന് തെളിഞ്ഞിട്ടില്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. വിദ്യാർത്ഥികളുടെ പേര് സെവിസ് ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്യുന്ന നടപടിയും അധികൃതർ സ്വീകരിക്കുന്നു. ഒരു വിദ്യാർത്ഥിയുടെ പേര് ഈ ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്താൽ അവർക്ക് അമേരിക്കയിൽ നിയമപരമായി പഠിക്കാൻ അനുമതിയില്ലെന്ന് കണക്കാക്കും. ഇത് വിദ്യാർത്ഥികളെ നാട് കടത്താനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഭാവിയിൽ വിസ ലഭിക്കാനും ഇത് തടസ്സമുണ്ടാക്കും. സെവിസ് റദ്ദാക്കാനുള്ള കാരണം പലപ്പോഴും അധികൃതർ വ്യക്തമാക്കുന്നില്ല. 17 റിപ്പോർട്ടുകളിൽ വിദ്യാർത്ഥികൾക്ക് ക്രിമിനൽ റെക്കോർഡ് ഉണ്ടായിട്ടല്ല വിസ റദ്ദാക്കിയത് എന്ന് AILA റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. വിസ റദ്ദാക്കപ്പെട്ട 33% പേരുടെ കേസ് കോടതി തള്ളിയതാണെന്നും അല്ലെങ്കിൽ അവരെ കുറ്റവിമുക്തരാക്കിയതാണെന്നും പറയപ്പെടുന്നു. പോലീസുമായി ബന്ധപ്പെട്ട ചില ഉദാഹരണങ്ങളും AILA റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇതിൽ ഒരു സംഭവം ഗാർഹിക പീഡനത്തിന് ഇരയായ വിദ്യാർത്ഥികളെക്കുറിച്ചുള്ളതാണ്. 2 കേസുകളിൽ ഗാർഹിക പീഡനത്തിന് ഇരയായ വിദ്യാർത്ഥികളെയും അക്രമികളോടൊപ്പം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഒരു കേസിൽ വൈദ്യരേഖകൾ ഉണ്ടായിട്ടും 2 പേരെയും പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. പിന്നീട് ഈ 2 കേസുകളും തള്ളി. ഇതിൽ ഒരു വിദ്യാർത്ഥി പഠനം കഴിഞ്ഞ് OPTയിൽ ജോലി ചെയ്യുകയായിരുന്നു. ഇവരുടെ വിസയും റദ്ദാക്കപ്പെട്ടതാണ് കാര്യങ്ങൾ കൃത്യമായല്ല നടക്കുന്നതെന്ന സൂചനകൾ നൽകുന്നത്. കടയിൽ സാധനം വാങ്ങുമ്പോൾ അബദ്ധത്തിൽ പണം കൊടുക്കാൻ മറന്നുപോയതിന് കേസായ സംഭവമാണ് മറ്റൊന്ന്. ടെക്സസിലെ ഒരു STEM ബിരുദധാരി കോളേജ് പാർട്ടിക്ക് ശേഷം പുറത്തിറങ്ങിയപ്പോൾ മൈനറായിരിക്കെ മദ്യം കഴിച്ചു എന്ന കുറ്റത്തിന് അറസ്റ്റിലായിരുന്നു. ഈ കേസും പിന്നീട് കോടതി തള്ളിയതായിരുന്നു. സാംസ്കാരികമായ വ്യത്യാസങ്ങൾ, ട്രാഫിക് നിയമലംഘനങ്ങൾ, കുറ്റകൃത്യത്തിന് ഇരയാകുന്നത് പോലും വിസ റദ്ദാക്കപ്പെടുന്നതിലേക്ക് നയിക്കുന്നതാണ് വിദ്യാർത്ഥികളെ ആശയക്കുഴപ്പത്തിലാക്കുന്നത്. പല കേസുകളും കോടതി തള്ളിക്കളയുന്നുണ്ട്. വിസ റദ്ദാക്കുന്നതിൽ സുതാര്യതയും കൃത്യതയും വേണം. തെറ്റായ കാരണങ്ങൾ കൊണ്ട് വിസ റദ്ദാക്കുന്നത് തടയണം. സെവിസ് റദ്ദാക്കിയാൽ വിദ്യാർത്ഥികൾക്ക് അപ്പീൽ ചെയ്യാൻ അവസരം നൽകണം. അതിലൂടെ ജോലി നഷ്ടപ്പെടാതിരിക്കാനും യൂണിവേഴ്സിറ്റികളുടെ ഇടപെടൽ ഉറപ്പുവരുത്താനും സാധിക്കും. തുടങ്ങിയ ആവശ്യങ്ങളാണ് അമേരിക്കൻ ഇമിഗ്രേഷൻ ലോയേഴ്സ് അസോസിയേഷനിലെ ശിവ് ദലാൽ ദൈനി മുന്നോട്ട് വെക്കുന്നത്.